ഈ ദിവസത്തിലിരുന്ന് പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഒരു ചെറിയ കാര്യമല്ല. പൊതുവെ ഇങ്ങനെ ആൾക്കാർ പറയും പ്രാർത്ഥിക്കാം അത് ശരിയാവും എന്ന് പറയും. അങ്ങനെ പൊതുവെ ഒരു വർത്തമാനം മിക്ക ആൾക്കാരും പറയുന്നു. പക്ഷേ ഒരു വിഷയത്തിന് മുമ്പിലിരുന്ന് പ്രാർത്ഥിക്കുക, ആ വിഷയത്തിൻ്റെ മേലൊരു പ്രാർത്ഥനയിലൂടെ ഒരു മറുപടി ദൈവത്തിൽ നിന്ന് മേടിച്ചെടുക്കുക എന്നൊക്കെ പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല. അത് എല്ലാവർക്കും പറ്റുന്നൊരു കാര്യമല്ല. കാരണം ദൈവസന്നിധിയിലിരിക്കുക എന്നുള്ളത് ഒരു ചെറിയ കാര്യമല്ലല്ലോ. കാരണം വളരെ തിരക്ക് പിടിച്ചൊരു ലൈഫാണ് ഇന്നത്തെ കാലത്ത് എല്ലാ മനുഷ്യരുടെയും. ആർക്കും സമയമില്ല. എന്താ പറയുക, ആർക്കും സമയമില്ല. അപ്പോൾ ഈ സമയമില്ലാതെ കാശിൻ്റെ പുറകെയും കരിയറിൻ്റെ പുറകെയും പാഷൻ്റെ പുറകെയും എല്ലാം ഓടിക്കൊണ്ടിരിക്കുന്ന ആൾക്കാർ, ഒരു സമൂഹം, അതല്ലെങ്കിൽ അതാണ് ശരിയെന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കുക എന്ന് പറയുന്നത് മിക്ക ആൾക്കാരും അതൊരു സമയം പാഴാക്കുന്നൊരു സംഭവമായിട്ടാണ് കാണുന്നത് ഒട്ടും ആൾക്കാർ. എന്നാൽ ഡെയിലി ദൈവസന്നിധിയിലിരിക്കുന്നവനറിയാം പ്രാർത്ഥിച്ചാൽ കിട്ടുന്നൊരു ദൈവിക സാന്നിധ്യവും ദൈവിക സമാധാനവും അത് വളരെ വലുതാണ്. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം നിനക്കില്ലെങ്കിൽ നീ അത് വളർത്തിയെടുക്കുക. അഥവാ ആ ഒരു സ്വഭാവം നിനക്കുണ്ടെങ്കിൽ അതൊരിക്കലും അത് മുറിയാതെ നോക്കുക. കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുക. നീ നിൻ്റെ ജീവശ്വാസം നിൻ്റെ ശരീരത്തിലുള്ളതുപോലെ തന്നെ പ്രാർത്ഥന നിൻ്റെ ജീവിതത്തിൻ്റെ ഒരു ശൈലിയായിട്ട് മാറട്ടെ. ഗോഡ് ബ്ലെസ് യു.